ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതീ നമഃ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ലളിതം സഹസ്രത്തിലേക്ക് ആദരവോടെ സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 3-ാം അധ്യായത്തിലെ 12-ാമത്തെ ശ്ലോകത്തോടുകൂടെ നമുക്ക് ആരംഭിക്കാം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അധ ശ്രീമദ് ഭഗവത്ഗീതായ കർമ്മയോഗോ നാമ്നേ തൃതീയോധ്യായേ 12-മഃ ശ്ലോകഃ. ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാ ദാസ്യന്തേ യജ്ഞഭാവിതാഃ തൈർദത്താന പ്രദായേഭ്യോ യോ ഭുങ്ക്തേസ്തേന ഏവ സ. എന്തെന്നാൽ ഇഷ്ടപ്പെടുന്ന സുഖങ്ങൾ നിങ്ങൾക്ക് യജ്ഞം കൊണ്ട് സന്തുഷ്ടരായിട്ടുള്ള ദേവന്മാർ നൽകുന്നതായിരിക്കും. അവർ തന്ന വസ്തുക്കളെ അവർക്ക് കൊടുക്കാതെ ഭുജിക്കുന്നവൻ ആരാണോ അവൻ കള്ളൻ തന്നെയാണ്. നാമത്തിലേക്ക് വരാം. നാമം 526. ഹരിദ്രാനേക രസിക. ഹരിദ്രത്തിൻ്റെ അന്നമൊന്നിൽ തന്നെ രസികത്വം വെച്ചിട്ടുള്ളത് ഏതൊരു ദേവിയാണോ ആ ദേവിയെ ഹരിദ്രാനേക രസിക എന്ന് വിശേഷിപ്പിക്കാം. ഹരിദ്ര എന്ന വാക്കിനർത്ഥം മഞ്ഞൾ എന്നാണ്. മഞ്ഞളു ചേർത്ത അന്നം ഒന്നിൽ തന്നെ പ്രിയമാകുന്ന ശക്തി സ്വരൂപമാണ് ഈ നാമത്തിലൂടെ വന്നിരിക്കുന്നത്. മജ്ജാധാതുവിലേക്ക് വരുമ്പോൾ മഞ്ഞളു ചേർത്ത അന്നത്തിൽ മാത്രം പ്രിയമായിട്ടുള്ളവളാണ് ദേവി. മജ്ജാധാതുവിനെ പുഷ്ടിപ്പെടുത്തുവാനുള്ള സിദ്ധൌഷധത്തിൽ ഒന്ന് മഞ്ഞളാണ്. അതുകൊണ്ടാണ് ഭാരതീയ ആചാരപ്രകാരം മഞ്ഞൾ ഭക്ഷണത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതായി മാറിയത്. ഭാരതത്തിൽ മാത്രമല്ല കേട്ടോ, ചൈന, ബ്രിട്ടൻ തുടങ്ങിയ അനവധി രാജ്യങ്ങൾ തങ്ങളുടെ ഭക്ഷണത്തിൽ മഞ്ഞൾ ചേർക്കുന്നവരാണ്. കൂടാതെ ഒരുപാട് മരുന്നുകളിലും മഞ്ഞൾ ഉപയോഗിക്കുന്നുണ്ട്. ധാരാളം ഔഷധ ഗുണങ്ങളുള്ള മഞ്ഞളിൻ്റെ മേന്മ എങ്ങനെയാണ് വിവരിച്ചു തീർക്കുന്നത് അല്ലേ? എന്നാൽ ഈ മഞ്ഞൾ മജ്ജയാണ് ഏറ്റവും കൂടുതൽ പരിപോഷിപ്പിക്കുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. ഓരോ ദ്രവ്യത്തിനൊപ്പവും മഞ്ഞൾ ചേരുമ്പോൾ അതിനുണ്ടാകുന്ന ഔഷധവീര്യം വ്യത്യസ്തമാണല്ലോ. ചെറുനാരങ്ങ നീരിൽ മഞ്ഞൾ ചേർത്തിട്ടായിരുന്നു പണ്ടൊക്കെ സിന്ദൂരം ഉണ്ടാക്കിയിരുന്നത്. ഈ സിന്ദൂരമാണ് സ്ത്രീകളും പുരുഷന്മാരുമെല്ലാം നെറ്റിയിൽ അണിഞ്ഞിരുന്നത്. അതുപോലെ ഈ മുറിവിൽ മഞ്ഞൾ അരച്ച് തേക്കുന്നത് മുറിവ് പെട്ടെന്ന് ഉണങ്ങാനും കൂടാനും ഒക്കെ സഹായിക്കുന്നുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. മഞ്ഞളിൻ്റെ ഉൽപ്പത്തിയെ പറ്റിയുള്ള ഒരു കഥ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഏതായിരുന്നു അറിയോ? രഞ്ജിനി എന്ന നാമത്തിൽ, അതായത് നാമം 309. താല്പര്യമുള്ളവർക്ക് അതുകൂടെ കേൾക്കാട്ടോ. ഇനി മറ്റൊരു വിഷയം പറയുമ്പോൾ മഹാഗണപതിയുടെ പ്രധാനപ്പെട്ട 32 ആരാധനാഭാവങ്ങളിൽ ഒരു ഭാവം ഹരിദ്രാഗണപതിയാണ്. നക്ഷത്രങ്ങളിൽ വിശാഖ നക്ഷത്രത്തിൻ്റെ ആരാധനാ സ്വരൂപമാണ് ഹരിദ്രാഗണപതി. രാത്രി ഗണപതി എന്നും ആ സ്വരൂപം അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെയാവാം ഹരിദ്ര എന്ന പദത്തിന് രാത്രി എന്നൊരർത്ഥവും പണ്ഡിതർ കൽപ്പിച്ചിട്ടുണ്ട്. ഇതും നമ്മുടെ നാമവുമായിട്ട് ബന്ധിപ്പിക്കാം. എങ്ങനെയാണെന്നോ? രാത്രിയെ ഒറ്റയ്ക്ക് ആസ്വദിക്കുന്ന ഭൂമി എന്നൊരു വാച്യാർത്ഥം. രാത്രിയിൽ ഭക്ഷ്യധാന്യം മാത്രം കഴിക്കുന്നതിൽ പ്രിയമായിട്ടുള്ളത് എന്നൊക്കെയാണ് മറ്റൊരു വ്യാഖ്യാനം. രാത്രിയെ ഒറ്റയ്ക്ക് ആസ്വദിക്കുന്ന ഭൂമി എന്ന് പറയുമ്പോൾ ഈ രാത്രിയിലാണ് ധര തൻ്റെ സൃഷ്ടിയെ വൃദ്ധിപ്പെടുത്തുന്നത് എന്ന് കാണാം. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. നമ്മുടെ പ്രകൃതിയിൽ തന്നിലെ സസ്യലതാദികളെ, തരുനാമ്പുകളെ, വശ്യമനോഹരികളായ പൂക്കളെ, തന്നിലെ പുൽനാമ്പുകളെ പോലും വൃദ്ധിപ്പെടുത്തുന്നത് ആ സമയത്താണ്. ചരാചരങ്ങൾ അഖിലവും ഉറങ്ങുന്ന സമയത്ത് ചുരുങ്ങിയ ചിലവ് മാത്രം ഉണർന്നിരിക്കുന്ന ആ സമയത്ത് ഭൂമി തൻ്റെ കർമ്മം നടത്തുകയാണ്. അങ്ങനെ അതിൽ ആനന്ദമഗ്നയായിട്ടാണ് ഭൂമി അത് ചെയ്യുന്നത് എന്നിവിടെ മനസ്സിലാക്കുക. ഭൂമി ഒരു ആത്മാവായിട്ട് കാണുമ്പോൾ ഇതെല്ലാം വളരെ സന്തോഷത്തോടുകൂടെ, വളരെ ഏകാഗ്രതയോടുകൂടെയാണ് ഭൂമി ചെയ്യുന്നത്. ഇതിപ്പോൾ ഭക്തികൾക്ക് നോക്കുകയാണെങ്കിൽ പകല് മുഴുവൻ വ്രതമെടുത്ത് രാത്രി അന്നാഹാരം സേവിക്കുന്നവൾ എന്നൊരർത്ഥം സമന്വയിക്കും. അപ്പോൾ സൂര്യോദയത്തിന് മുമ്പ് എടുക്കുന്ന വ്രതം സൂര്യാസ്തമയത്തിന് ശേഷം അവസാനിപ്പിക്കുന്ന പതിവാണ്. അതിപ്പോൾ ഇസ്ലാം മതത്തിലാണ് വ്യാപകമായിട്ടുള്ളത് അല്ലേ? നാമോടെ അവസാനിപ്പിക്കാം. നാമത്തിലെ ചിന്ത നമ്മുടെ സൃഷ്ടിയെ ആസ്വദിക്കുക എന്ന് തന്നെയായിരിക്കാം. ഈ പ്രകൃതിയിലേക്കൊന്ന് ഇറങ്ങി നോക്കുമ്പോൾ പ്രകൃതിയിലെ ഓരോരോ സൃഷ്ടികളും എങ്ങനെയാണ് പരുവപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാം. എല്ലാം നമ്മുടെ നാമവുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അതായത് ഈ പ്രകൃതിയെ വിട്ടൊരു കളി ഇല്ല നമുക്ക് എന്നുള്ളതാണ് സത്യം. നമസ്കാര ശബ്ദം. ഓം ഹരിദ്രാനേക രസികായൈ നമഃ. നന്ദി, നമസ്കാരം.
സർവം ജഗദംബാർപ്പണമസ്തു. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹേശ്വരി. ഓ